ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം സംസ്ഥാനത്തിന്റെ കൃഷി, വൈദ്യുതി ഉൽപാദനം, ജലവിതരണം എന്നിവയിൽ നിർണായക പങ്കുവഹിക്കുന്ന അണക്കെട്ടുകളുടെയും റിസർവോയറുകളുടെയും ശൃംഖലയ്ക്ക് പേരുകേട്ടതാണ്. കേരളത്തിലെ അണക്കെട്ടുകൾ പ്രധാനമായും ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ചിലത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 15 ഡാമുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിൽ ആകെ 81 ഡാമുകളാണ് ഉള്ളത്. അതിൽ ചുരുക്കം ചില ഡാമുകളെ പറ്റി നമുക്കറിയാം. ഇടുക്കി ഡാം, ദ ലാർജസ്റ്റ് ഡാം ഇൻ കേരള. ഇടുക്കി അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. ആർച്ച് രൂപത്തിലാണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മനോഹരമായ ഭൂപ്രകൃതിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് കുറുവൻമല, കുറത്തിമല എന്നീ 2 പർവ്വതങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിൽ ഹൈഡൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമായി ഇത് പ്രവർത്തിക്കുന്നു. ചെറുതോണി, കുളമാവ് എന്നീ 2 അധിക അണക്കെട്ടുകളുടെ നിർമ്മാണം ഉൾപ്പെടുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണം. മൊത്തത്തിൽ ഈ 3 അണക്കെട്ടുകളും വിശാലമായ ഒരു കൃത്രിമ തടാകത്തിന് കാരണമായി. ഇത് പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഈ ജലസംഭരണികളിൽ നിന്നുള്ള സംഭരിച്ച വെള്ളം വൈദ്യുതി ഉൽപാദനത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. നെയ്യാർ ഡാം. നെയ്യാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ് നെയ്യാർ ഡാം. ശാന്തമായ അന്തരീക്ഷവും ആകർഷകമായ പ്രകൃതി സൗന്ദര്യവും ഇതിലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പ്രകൃതി രമണീയമായ നെയ്യാർ ഡാം തടാകം ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച പിക്നിക് ഡെസ്റ്റിനേഷനുകളിലൊന്നായി പരക്കെ അറിയപ്പെടുന്നു. മലമ്പുഴ ഡാം. കേരളത്തിലെ വിശാലമായ ജലസംഭരണിയായി നിലകൊള്ളുന്ന മലമ്പുഴ ഡാം പശ്ചിമഘട്ടത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നു. മലമ്പുഴ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റിസർവോയർ മനോഹരമായ പൂന്തോട്ടങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, ആകർഷകമായ റോക്ക് ഗാർഡനുകൾ, സൗകര്യപ്രദമായ റോപ്പ് വേ സംവിധാനം എന്നിവ ഉൾപ്പെടുന്ന നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളുന്നു. ബാണാസുര സാഗർ. ബാണാസുര സാഗർ അണക്കെട്ട് ശ്രദ്ധേയമായ ഒരു മൺ അണക്കെട്ടും അതിശയിപ്പിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൺ അണക്കെട്ട് എന്ന നിലയിൽ ഇതിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. അണക്കെട്ടിന്റെ നിർമ്മാണത്തിന്റെ ഫലമായി മനോഹരമായ ബാണാസുര കുന്നിന്റെ ചുറ്റുപാടുകൾ മുങ്ങിമരിച്ചു. കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് കബനി നദിയുടെ കൈവഴിയായ കരമനത്തോട് നദിയിൽ പരന്നു കിടക്കുന്നു. ബാണാസുര മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ദ്വീപുകളുടെ ആകർഷകമായ കാഴ്ച കണ്ണിന് വിരുന്നാണ്. ഇടമലയാർ ഡാം. ഇടമലയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് ഇടമലയാർ അണക്കെട്ട്. ഇത് ഗണ്യമായ ഒരു മൾട്ടിപർപ്പസ് റിസർവോയർ രൂപീകരിക്കുന്നു. ഈ അണക്കെട്ട് ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉൽപാദന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഈ റിസർവോയറിന്റെ പരിസരത്ത് വൈവിധ്യമാർന്ന പക്ഷിവർഗ്ഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ആനമലകൾ എന്നറിയപ്പെടുന്ന ആനമല മലനിരകളിൽ നിന്നാണ് ഇടമലയാർ നദി ഉത്ഭവിക്കുന്നത്. കക്കയം ഡാം. കക്കയം കേരളത്തിലെ ഏറ്റവും ആശ്വാസകരമായ ഡാം സൈറ്റുകളിൽ ഒന്നായി വേറിട്ടു നിൽക്കുന്നു. കൂടാതെ ഹൈഡൽ ടൂറിസത്തിന്റെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായും അറിയപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കക്കയം വിശാലമായ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ സാമീപ്യമാണ്. അത് വിശാലമായ പ്രദേശത്ത് വ്യാപിക്കുകയും ഗംഭീരമായ ആനകളും കരുത്തുറ്റ കാട്ടുപോത്തുകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന വന്യജീവികളുടെ സ്വാഭാവിക ആവാസ കേന്ദ്രമായി വർത്തിക്കുകയും ചെയ്യുന്നു. പീച്ചി ഡാം. തൃശൂരിലെ അയൽ ഗ്രാമങ്ങളുടെ പ്രയോജനം ലക്ഷ്യമിട്ടിട്ടുള്ള ജലസേചന പദ്ധതി എന്ന നിലയിലാണ് പീച്ചി അണക്കെട്ടിന്റെ നിർമ്മാണം ആദ്യം ആരംഭിച്ചത്. അതേസമയം തൃശൂർ നഗരത്തിലെ കുടിവെള്ളത്തിന്റെ നിർണായക ആവശ്യകതയെ അത് അഭിസംബോധന ചെയ്തു. ഒരു ജലസേചന അണക്കെട്ടായും തൃശൂർ നഗരത്തിനകത്തും പരിസരത്തും നെൽവയലുകളെ സേവിക്കുന്നതും കുടിവെള്ളത്തിന്റെ സുപ്രധാന സ്രോതസ്സുമായ ഈ അണക്കെട്ട് ജലസേചന, കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. കുമ്പൂർ മുഴി ഡാം. ചാലക്കുടി നദിക്ക് കുറുകെ വ്യാപിച്ചു കിടക്കുന്ന ഈ അണക്കെട്ട് പ്രധാനമായും പ്രദേശത്തെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം സൈറ്റിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ, കുട്ടികളുടെ പാർക്ക്, ഒരു തൂക്കുപാലം എന്നിവയുൾപ്പെടെ നിരവധി ആകർഷണങ്ങൾ ഉണ്ട്. ഈ തൂക്കുപാലം ചാലക്കുടി നദിയുടെ ഇരുകരകളെ ബന്ധിപ്പിക്കുന്നു. എതിർവശത്ത് എറണാകുളം ജില്ലയുടെ ഭാഗമായ ഏഴാറ്റുംകുളം. സന്ദർശകർക്ക് മനോഹരമായ നദീതീരവും പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും ഒരു ചെറിയ അണക്കെട്ടിന്റെ മനോഹാരിതയും ഈ മനോഹരമായ പശ്ചാത്തലത്തിൽ ആസ്വദിക്കും. പറമ്പിക്കുളം ഡാം. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം അണക്കെട്ട് പറമ്പിക്കുളം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ശ്രദ്ധേയമായ അണക്കെട്ട് ആഗോളതലത്തിൽ മികച്ച 10 എംബാങ്ക്മെന്റ് അണക്കെട്ടുകളിൽ ഇടം പിടിച്ചു. കനാലുകളുടെയും ഭൂഗർഭ തുരങ്കങ്ങളുടെയും സങ്കീർണ ശൃംഖലയിലൂടെ ആളിയാർ അണക്കെട്ടുമായി ഇത് സങ്കീർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അരുവിക്കര ഡാം.
മനോഹരമായ കരമന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സൈറ്റിൽ ഒരു റിസർവോയറും പൂന്തോട്ടങ്ങളും ഉണ്ട്. അത് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒരു പുരാതന ദുർഗാദേവി ക്ഷേത്രവും ഈ പ്രദേശത്തെ മനോഹരമാക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലുള്ള അരുവിയിൽ സന്ദർശകർക്ക് ധാരാളം മത്സ്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും. തിരുവനന്തപുരം നഗരത്തിന് കുടിവെള്ളം നൽകുന്നതിൽ ഈ സ്ഥലം നിർണായക പങ്കുവഹിക്കുന്നു. തെന്മല ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതിയാണ് തെന്മല അണക്കെട്ട്. സംഭരിച്ച ജലം ഇരട്ട ആവശ്യങ്ങൾക്കായി ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും നീളമേറിയ ജലസംഭരണി ഇത് സൃഷ്ടിക്കുന്നു. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും സൗകര്യങ്ങളും ഇതിനെ വളരെ ആകർഷകമായി മാറ്റുന്നു. മാട്ടുപ്പെട്ടി ഡാം ഇടുക്കി ജില്ലയിലെ മൂന്നാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് ജലവൈദ്യുത ഉൽപാദനത്തിന് നിർണായക പങ്കുവഹിക്കുന്നു. മുതിരപ്പുഴ നദി, ചന്തുവരൈ നദി, കുണ്ടിലി നദി എന്നിങ്ങനെ 3 മലയോര അരുവികളുടെ സംഗമസ്ഥാനത്താണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഈ പ്രദേശത്ത് നിരവധി ആനകൾ സന്ദർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പൂമല ഡാം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ അണക്കെട്ടായി അംഗീകരിക്കപ്പെട്ട പൂമല അണക്കെട്ട് പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കാണ്. ഈ ചരിത്രമുറങ്ങുന്ന അണക്കെട്ടിന് മണ്ണും കല്ലും ചേർന്ന നിർമ്മാണമുണ്ട്. അതിന്റെ പ്രയോജനപ്രദമായ പ്രവർത്തനത്തിനപ്പുറം പൂമല അണക്കെട്ട് ഒരു പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി പരിണമിച്ചു. പോത്തുണ്ടി ഡാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ എർത്ത് അണക്കെട്ട് ഒരു സവിശേഷമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ശർക്കരയും വേഗത്തിലുള്ള കുമ്മായവും ചേർത്ത് നിർമ്മിച്ച ഒരു കോർ മതിൽ. ഈ അണക്കെട്ട് സൃഷ്ടിച്ച റിസർവോയർ വൈവിധ്യമാർന്ന നദീ മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പാടിപ്പുഴയുടെയും മീനച്ചിലാടിപ്പുഴയുടെയും സംഗമസ്ഥാനത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് അക്കാലത്തെ നൂതന എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളുടെ സാക്ഷ്യപത്രമാണ്. മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നത് ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിൽ കൽപ്പണി ഗുരുത്വാകർഷണ അണക്കെട്ടാണ്. ഇടുക്കി ജില്ലയിൽ തേക്കടിയിലെ പശ്ചിമഘട്ടത്തിലെ ഏലം ഹിൽസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1887-നും 1895-നും ഇടയിൽ ജോൺ പെന്നിക്കുക്ക് നിർമ്മിച്ചതാണ് ഈ ഡാം. തേക്കടിയിലെ പെരിയാർ ദേശീയോദ്യാനം അണക്കെട്ടിന്റെ റിസർവോയറിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. മുല്ലയാറും പെരിയാറും സംഗമിക്കുന്നിടത്താണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ പെരിയാർ നദിയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ഈ ഡാം അന്ന് തയ്യാറാക്കിയ 999 വർഷത്തെ കരാറിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് പ്രവർത്തിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം തന്നെ പൂർണ്ണമായും കേരളത്തിലാണ്. ലോകമെമ്പാടുമുള്ള കാലപ്പഴക്കം ചെന്ന വലിയ അണക്കെട്ടുകളുടെ റിപ്പോർട്ട്സിൽ മുല്ലപ്പെരിയാർ നിർണായകമായ ഘടനാപരമായ പിഴവുകളുള്ള ഭൂകമ്പപരമായി സജീവമായ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും 100 വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ടായി തുടരുകയാണെങ്കിൽ 3.5 ദശലക്ഷം ആളുകൾക്ക് അപകട സാധ്യത ഉണ്ടാകുമെന്നും പറഞ്ഞു. ഇന്നും ചർച്ചാ വിഷയമായി 129 വർഷമായി തുടരുകയാണ് മുല്ലപ്പെരിയാർ ഡാം.